ഹായ് എവ്രിവൺ. ഇന്ന് നമ്മുടെ വേൾഡ് ക്രാഫ്റ്റിൻ്റെ നോമ്പോറയാണ്. ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇഫ്താർ സീരീസ് പാർട്ട് 2 ആയിട്ട് കാണാം. റീഫ്മാളിൻ്റെ അകത്തുള്ള ഫുഡ് പാർട്ടി റെസ്റ്റോറൻറ്റിൽ ചേർന്നു നമ്മൾ ഇഫ്താർ. നമ്മൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് മരുഭാഗം കൊടുക്കുക 5-10 മിനിറ്റ് ഉള്ളപ്പോഴൊക്കെ നമ്മൾ അവിടെ എത്തി. ഈ വരുന്നത് ഇതാണ് ഷമീമ, റാഷി. ഇത് നമ്മുടെ അബുദാബി ബ്രാഞ്ചിലുള്ളവരാണ്. അവരുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം ദുബായിയുടെ നോമ്പുറക്ക്. ആസിയും ലൈബാച്ചും ഒക്കെ നോമ്പുറക്കാൻ റെഡി ആയിരിക്കാണ്. ഏകദേശം ബാങ്ക് കൊടുക്കാറായപ്പോഴൊക്കെ നമ്മളെല്ലാവരും സിറ്റിംഗ് ആയി. നമുക്ക് നോമ്പുറക്കാനായിട്ട് ഉണ്ടായിരുന്നത് കുഞ്ഞ് സമൂസാസ്, പിന്നെ ചിക്കൻ സ്പ്രിംഗ് റോള്, കട്ട് ഫ്രൂട്ട്സ്, ജ്യൂസൊക്കെ ആയിരുന്നു. ജ്യൂസായിട്ടുണ്ടായിരുന്നത് വാട്ടർമെലണും മാംഗോയും ലൈമൊക്കെ ആയിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്തു, നമ്മളെല്ലാവരും നോമ്പ് തുറന്ന്. പിന്നെ നോമ്പറിന് എല്ലാവരും നിസ്കരിക്കാനായിട്ട് റീഫ്മാളിൻ്റെ അകത്തുള്ള നമ്മുടെ പ്രയർ റൂമിലേക്ക് പോയി. ആ സമയം കൊണ്ട് ഞാൻ ലേപ്പാച്ചുവിന് അവളുടെ ഫ്രൂട്ട്സ് പ്യൂരി കൊടുത്തു. അവളാണെങ്കിൽ ആ കുപ്പിയും താഴെ ഇട്ട് പിന്നെ കളിയായി. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എന്തെങ്കിലും വാഷ്റൂമിലൊക്കെ പോയി നമ്മളൊരു മിറർ ചെക്കൊക്കെ നടത്തി സെറ്റായിട്ട് പോന്നു. തിരിച്ചു വന്നപ്പോൾ എന്താണ് ഇവിടെ ആകെ ക്യൂ. എന്താ നോക്കിയപ്പോൾ എന്താണ് ഏകദേശം നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കൊരു ബൊഫേ സെറ്റപ്പിലായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. ഫുഡായിട്ടെന്ന് പറയാൻ ചിക്കൻ, വറുത്തരച്ച ചിക്കൻ കറിയും, പിന്നെ ബീഫ്, പിന്നെ മട്ടനും റൈസും, പിന്നെ നമുക്കുണ്ടായിരുന്നത് ഇടിയപ്പം, നാൻ, പൊറോട്ട, പിന്നെ കെബാബ്, ചിക്കൻ ഗ്രില്ല് എല്ലാമായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ബൊഫേ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഗേൾസ് ഫസ്റ്റ് എന്ന് പറഞ്ഞു, വുമൻസ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ത്യ തള്ളിവിടാൻ നോക്കുന്നതാണ് കാണുന്നത്. അവസാനം നമ്മൾ തന്നെ ഫസ്റ്റ് പോയി ഫുഡൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി. ഈ കാണുന്ന ക്യൂ ഒക്കെ ഫുഡ് എടുക്കാനായിട്ടുള്ള ക്യൂ ആണ്. പിന്നെ നിങ്ങളാരും എൻ്റെ പ്ലേറ്റ് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഇത്രയും കുറച്ച് ഫുഡാണോ കഴിച്ചതെന്ന് ഓർത്തിട്ട്. ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ടാണ് പിന്നെ എല്ലാവരും നോക്കിയൊക്കെയല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ പിന്നെ സെറ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അടിച്ചൊളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ പോയി ലൈബാനെയൊക്കെ എടുത്തു. ലൈബ പിന്നെ ഹാപ്പി ആയിരുന്നു. അവളിങ്ങനെ എല്ലാവരുടെ ഒപ്പം കണ്ടുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് നിന്നത്. ഇതൊക്കെ അസ്ലം അജ്മലും മൂക്ക് വിട്ട ഫുഡ് കഴിച്ചിട്ട് ഇരവിഴിഞ്ഞ പാമ്പനെ പോലെ തീരെ അനങ്ങാൻ പറ്റാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേക്ക് ലൈബ സാധത്തിനടുത്തേക്ക് പോയി. ഇതാണ് പിന്നെ നമ്മുടെ കമ്പനിയുടെ മെയിൻ ആള്, നമ്മുടെ MD ഫൈസൽക്ക. പിന്നെ ഇത് നമ്മുടെ ജനറൽ മാനേജറാണ് ഷഫീഖ. ഫൈസൽക്കാരുടെയും ഷഫീഖാരുടെയും അതുപോലെ മുജീബ്ക്കാരുടെയും എല്ലാവരുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ലൈബ ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ അടുക്കള വരെ എത്തി. അവിടെയുള്ള സ്റ്റാഫൊക്കെ ആയിട്ട് അവൾ കൂട്ടായി. അവളിങ്ങനെ പാടി നടക്കുകയായിരുന്നു എല്ലായിടത്തും. പിന്നെ നമ്മൾ കുറേ നേരം നമ്മുടെ അവിടെ എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ എല്ലാവരും ഏകദേശം ഇറങ്ങാറായി. നമ്മളങ്ങനെ പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ, ഓഫീസിലുള്ള എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ, വീഡിയോസ് എല്ലാം എടുത്തു. പിന്നെ ഇതാണ് ഷഫീഖാരെയും ഫൈസൽക്കാരെയും മുജീബ്ക്കാരെയൊക്കെ പിള്ളേരുണ്ടായി. അപ്പോൾ അവർ ലൈബാച്ചുവിനെ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് അവർക്ക് അറിയാം. അവളും എല്ലാവരും കൂടി ഇരുന്ന് കളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഫ്താർ വിശേഷങ്ങൾ.